മക്കൾസ് എല്ലാവരും ഹാപ്പി അല്ലേ? ഇതേ നമ്മുടെ പരീക്ഷയൊക്കെ എത്തിപ്പോയില്ലേ? അടിപൊളിയായിട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ ശ്രുതി ടീച്ചറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യമായിട്ട് വന്നതാണേ. ചോദ്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പഠിച്ച പാഠങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണേ. അപ്പോൾ നമ്മൾ രോഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ? ആരോഗ്യം സമ്പത്ത് എന്ന് പറയുന്ന പാഠത്തിലെ രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു 5 രോഗങ്ങളെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് രോഗങ്ങൾ വരുന്നതാണല്ലേ. അപ്പോൾ പനിയൊക്കെ എപ്പോഴും വരാറുണ്ട്. പനി, ചുമ. ചമാന്നൊന്നും എഴുതരുത് കേട്ടോ. എഴുതി ചിഹ്നം ചുമ. പിന്നെയോ വയറുവേദന. വേദനയുടെ ദാ നോക്കിയേ, വേദന. വയറുവേദന, നടുവേദന, മഞ്ഞപ്പിത്തം, വയറിളക്കം, ഡെങ്കിപ്പനി, എലിപ്പനി. ഇതൊക്കെ വന്നാലേ പെട്ട് നമ്മളല്ലേ. ജലദോഷം അല്ലേ. പിന്നെയോ ചെവിവേദന വന്നാൽ സഹിക്കാൻ പറ്റില്ല അല്ലേ. തൊണ്ടവേദന അല്ലേ. ചെങ്കണ്ണ് പകരുന്ന രോഗാണല്ലേ. ചെങ്കണ്ണുള്ള ആളുകളെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വായുവിലൂടെ അല്ലെങ്കിൽ അവരുപയോഗിച്ച തോർത്തുമുണ്ട് അല്ലേ, കർച്ചീഫൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കും കിട്ടും ചെങ്കണ്ണ്. ചെങ്കണ്ണ് ഒക്കെ എന്താണ്, നമുക്കറിയാവുന്ന രോഗങ്ങളാണ്. അപ്പോൾ രോഗങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകൂലേ, ഇതിന് ശേഷം പോകാറില്ലേ? ഇതല്ലാതെ ഡോക്ടറെ അടുത്ത് നമ്മൾ അസുഖത്തെക്കുറിച്ചൊന്നും പറയാനല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി പോവാണ് കേട്ടോ. ഡോക്ടറെ കാണിക്കാൻ നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോവാണ്. എന്താണ്? നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട്. പകരുന്ന രോഗം, പകരാത്ത രോഗം, അങ്ങനെ കുറേ രോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില രോഗങ്ങൾ പകരും, ചില രോഗങ്ങൾ പകരില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ടീച്ചർക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ് ഇത്. ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാണ്. ഒരു ഡോക്ടർ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കണം. അപ്പോൾ ഡോക്ടർ പറയുന്ന ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. അപ്പം അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. എങ്ങനെയാണ് ചോദ്യം ചോദിക്കാം? ആദ്യം നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. ഇത് തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ. ടീച്ചർ ഒരു മാതൃക പറയുകയാണ്, ഒരു മോഡൽ പറയുന്നതേ ഉള്ളൂ. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ അല്ലേ? അപ്പോൾ ഡോക്ടർ പറയും പിന്നെ എന്താണ്, ചെങ്കണ്ണ്, ചിക്കൻ പോക്സ് അല്ലേ, കുറേ രോഗങ്ങളെ പേര് പറയും, പകരുന്ന രോഗങ്ങൾ. അത് ടീച്ചർ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ആദ്യത്തെ ചോദ്യം, പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വായുവിലൂടെ എങ്ങനെയാ പകരുക? അവർ ശ്വസിച്ച് അല്ലേ, അത് നമുക്ക് കാറ്റ് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ നമുക്ക് രോഗങ്ങൾ വരാറുണ്ട്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഡോക്ടറെ എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ഡോക്ടർ അല്ലേ, ഡോ എന്നൊക്കെ എഴുതാൻ അറിയോ? ഡോക്ടർ. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ? അപ്പൊ ഡോക്ടർ അതിനുള്ള ഉത്തരങ്ങൾ പറയും. രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നല്ല വൃത്തിയായിട്ട് നിൽക്കണം അല്ലേ. വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. കൊതുകുകളെ വളർത്താതിരിക്കുക അല്ലേ. കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പിന്നെ അടുത്തത്, നമ്മുടെ ഭക്ഷണ രീതി. നമ്മൾ കഴിക്കുന്ന ഫുഡില്ലേ, എന്താ ഫുഡ്, നല്ല ഫുഡല്ലേ നിങ്ങളൊക്കെ കഴിക്കുന്നേ അല്ലേ? കളറടിച്ച വെള്ളം, അതുപോലെ പാക്കറ്റിൽ വരുന്ന ഫുഡ്, ഇതൊക്കെ നല്ല ഫുഡാ? അല്ല, ചീത്ത ഫുഡാ അല്ലേ. അങ്ങനെ എപ്പോഴൊന്നും നമ്മളത് കഴിക്കാറില്ല. ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വല്ലപ്പോഴും കഴിക്കാം കേട്ടോ. നമ്മുടെ ഭക്ഷണ രീതി രോഗങ്ങൾ വരാൻ കാരണമാകുന്നുണ്ടോ? നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ. നമ്മള് ചില ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കാറില്ലേ. ഫാസ്റ്റ് ഫുഡ് പ്രശ്നമല്ല കേട്ടോ, ജങ്ക് ഫുഡ്, പാക്കറ്റ് ഫുഡൊക്കെയാണ് പ്രശ്നം. അപ്പോൾ രോഗങ്ങൾ വരാൻ അതൊക്കെ കാരണമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം ചോദ്യങ്ങൾ, ഇതുപോലെ വേറെയും ചോദ്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് വരും. പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, തയ്യാറെടുക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരും എന്ന് മനസ്സിലാക്കുക. സ്വന്തമായിട്ട് എഴുതി നോക്കുക. അക്ഷരം തെറ്റിക്കോട്ടെ, എന്നിട്ട് വീണ്ടും നിങ്ങൾ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ടീച്ചർക്കൊക്കെ തിരുത്താൻ കൊണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് പഠിച്ച് സെറ്റാവും. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം Xylem Learning.